ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒറ്റ മാവ് ഉപയോഗിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ വൈകിട്ട് നമ്മുടെ ചായക്കൊരു കടിയും ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു 1.5 കിലോ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വറക്കാത്ത പൊടിയാണ് കേട്ടോ, പച്ചപ്പൊടിയാണ്. ഇതിൽ നിന്ന് അല്പം പൊടിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ കുറുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതേസമയം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിനകത്തേക്ക് ഇതാ ഒരു തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ച കുറുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 കപ്പ് അളവിൽ കള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പിന്നെ നമ്മൾ നേരത്തെ അടിച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒരല്പം ചേർത്ത് കൊടുത്താൽ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒത്തിരി ഇട്ടാൽ നമ്മുടെ അപ്പത്തിന് മധുരം ഉണ്ടാകും. അതുകൊണ്ട് 1-2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അല്പം കട്ടിയിൽ കുഴച്ചെടുക്കണം. കാരണം വട്ടയപ്പത്തിനുള്ള മാവ് ഇതിൽ നിന്ന് മാറ്റാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അത് അല്പം കൂടി ലൂസാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കലക്കുമ്പോൾ അല്പം കട്ടിയിൽ കലക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ പകർത്തുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ബാക്കി വന്ന ഈ മാവ് നമുക്ക് രാവിലത്തെ അപ്പത്തിനുള്ളതാണ്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ട് അപ്പത്തിൻ്റെ ലൂസ് പരുവത്തിന് നമുക്കിത് കലക്കി മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് പൊന്തി വരണം. പൊന്തി വരുമ്പോഴാണ് നമുക്ക് ചുടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ദേ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ചുടാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി പകർത്തി വെച്ചിരിക്കുന്ന ആ മാവുണ്ടല്ലോ, വട്ടയപ്പത്തിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മാവ്, അതിനകത്തേക്ക് അല്പം ഏലക്കായ പൊടിച്ചതും അതോടൊപ്പം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇഡലി പാത്രത്തിലേക്ക് എണ്ണ തൂത്ത ഒരു പ്ലേറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കോരി ഒഴിച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വട്ടയപ്പവും അപ്പവും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ക്രിസ്മസിന് നിങ്ങൾ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.